കുട്ടിക്കഥ 19. ചിന്നു പറക്കുന്ന മീൻ. മനോഹരമായൊരു പുഴയിൽ കളിച്ചു ചിരിച്ചു നടന്നിരുന്നവളായിരുന്നു ചിന്നുമീൻ. ഓരോ ദിവസവും അവൾ കായലിനറ്റത്തേക്ക് നീന്തിപ്പോകും. എന്നിട്ട് മുകളിൽ പറക്കുന്ന പക്ഷികളെ നോക്കും. അവളുടെ വലിയ ആഗ്രഹമാണ് അവരെ പോലെ പറക്കാൻ. മറ്റു മീനുകൾ കളിയാക്കി പറയും, മീൻ വെള്ളത്തിൽ മാത്രം ജീവിക്കേണ്ടതാണ്, പറക്കുക എന്നുള്ളത് പക്ഷികളുടെ കാര്യമാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ അമ്മച്ചൻ കുരുവിയെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്കും പറക്കണം, എന്താ ചെയ്യേണ്ടത്? ഓ, അപ്പോൾ നീ പറക്കാൻ തീരുമാനിച്ചു പോ. അങ്ങനെയെങ്കിൽ നീ മേഘപ്പാറയിലേക്ക് പോകണം. അവിടെ മാന്ത്രിക മുത്തുണ്ട്, അത് ധരിച്ചാൽ നിനക്ക് പറക്കാൻ കഴിയും. അത് കേട്ടതും ചിന്നുവിന്റെ ഹൃദയം കുതിച്ചുയർന്നു. അവൻ തന്റെ കൂട്ടുകാരായ പപ്പനാമയോടും തുമ്പിച്ചെമ്മീനോടും കാര്യം പറഞ്ഞു. അവരാകട്ടെ എന്തിനും തയ്യാറായ സുഹൃത്തുക്കളായിരുന്നു. പിറ്റേന്ന് അവർ യാത്ര പുറപ്പെട്ടു. അവരങ്ങനെ താമര പൂന്തോട്ടമുള്ള ചെറുകായലിൽ കൂടെയും വല വീശുന്ന മുക്കുവരെയും കണ്ട് യാത്ര തുടർന്നു. പക്ഷേ ഉടൻ ആകാശം ഇരുണ്ടു തുടങ്ങി. ശക്തമായ മഴ പെയ്തു തുടങ്ങി. അതിലേറെ കാറ്റും. പപ്പനാമ പവിഴപ്പാറയിലെ ഒരു ഗുഹ കണ്ടു. അവർ 3 പേരും ഗുഹയിൽ ഒത്തുചുറ്റിക്കിടന്നു. കൊടുങ്കാറ്റ് ശമിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അവർ കടൽ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങി. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. തുടർന്ന് അവർ പാമ്പുകളുടെ ഗർത്തത്തിലെത്തിപ്പോയി. വെള്ളിയിൽ തിളങ്ങുന്ന കടൽ പാമ്പുകൾ അവരുടെ വഴി മുടക്കി. ഞങ്ങൾ ഒരു അപകടം വരുത്തില്ല, അവർ പറഞ്ഞു. പക്ഷേ പാമ്പുകൾ അത് കേട്ടില്ല. അവർ മുന്നോട്ട് വന്നു. അത് കണ്ടതും പപ്പനാമ തന്റെ പുറന്തോടുകൊണ്ട് അവരെ തള്ളി മാറ്റി. അങ്ങനെ അവർ അപകടത്തിൽ നിന്ന് ചെന്നെത്തിയത് മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ്. കടൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. വിളക്ക് പോലെ പൊങ്ങുന്ന ജെല്ലി ഫിഷുകളാണത്. അങ്ങനെ അവർ നീങ്ങി അവസാനം മേഘപ്പാറയിലെത്തി. കടലിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന വലിയ പാറ. പാറയുടെ ഇടയിൽ നീങ്ങിയപ്പോൾ അതാ മാന്ത്രിക മുത്ത് കിടക്കുന്നു. തുമ്പിച്ചിമ്മീൻ അത് തൊട്ടതും അത് ചെറിയ ഒരു മുത്തുമാലയായി മാറി. വേഗം തന്നെ നമ്മുടെ ചിന്നുവിനെ അത് ധരിപ്പിച്ചു. തുമ്പിയും പപ്പനും അത്ഭുതത്തോടെ നോക്കി. ആ, എന്തൊരത്ഭുതം! അതാ ചിന്നു പറക്കുന്നു. ചിന്നു വെള്ളത്തിന് മുകളിലൂടെ പറന്നു. അങ്ങനെ അവൾ മേഘപ്പാറയിൽ തന്നെ തിരിച്ചെത്തി. കുറെ നേരം പവിഴമുത്ത് നോക്കിയിരുന്നു. പിന്നീട് അവൾ ചിന്തിച്ചു, ഇത് മേഘപ്പാറയിൽ തന്നെ ഇരിക്കട്ടെ. തനിക്ക് ഒരുപാട് കഴിവ് ദൈവം തന്നിട്ടുണ്ട്. താൻ അതിൽ സന്തോഷിച്ചു കൊള്ളാം. അവൾ തിരിച്ചെത്തി അവരോട് കാര്യം പറഞ്ഞു. അവർക്കും സന്തോഷമായി. കൂട്ടുകാരെ, നമുക്കൊരുപാട് കഴിവുകളുണ്ട്. നമ്മൾ അതിൽ സന്തോഷിക്കണം. കഥ ഇഷ്ടപ്പെട്ടുവോ കൂട്ടുകാരെ? ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ കൂട്ടുകാരെ.